അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ്. ഇവിടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റവും ഒരു ഗ്രാഫും ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഒരു പോളിനോമിയലിൻ്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. ഈ പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ട് എന്നറിയാൻ വളരെ എളുപ്പമാണ്. ഒരു പോളിനോമിയലിൻ്റെ സീറോസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ അതിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിനെ എത്ര തവണ മുട്ടി എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതാ ഈ പോളിനോമിയലിൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെ പോയി കാണാം. ഈ ഗ്രാഫ് വൈ ആക്സിസിനെ മുട്ടുന്നത് നമ്മുടെ മാറ്ററല്ല, നമുക്ക് വിഷയമല്ല. എക്സ് ആക്സിസിനെ എത്ര എടുത്ത് മുട്ടിയെന്ന് നോക്കുക. എക്സ് ആക്സിസ് ഇതല്ലേ എക്സ് ആക്സിസ്, എക്സ് ആക്സിസ് ഇസ് ആക്സിസ്. അതിനെ ഗ്രാഫ് ഇതാ ഇവിടെ വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്തു. ഇതാ ഇവിടെ വെച്ച് മുട്ടിയിട്ടുണ്ട്, ഇവിടെ വെച്ച് വീണ്ടും മുട്ടി, ഇവിടെ വെച്ച് മുട്ടി. അപ്പോൾ ഈ ഗ്രാഫ് എക്സ് ആക്സിസിനെ 1 2 3 4 4 മുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രാഫ് എക്സ് ആക്സിസിനെ 4 മുട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, ഈ പോളിനോമിയലിന് 4 സീറോസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു പോളിനോമിയലിൻ്റെ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? ആ ഗ്രാഫ് എക്സ് ആക്സിസിനെ എത്ര ഇടത്ത് ടച്ച് ചെയ്തു എന്നുള്ളതിന് ഈക്വൽ ആയിരിക്കും. വൈ ആക്സിസിനെ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഗ്രാഫ് എക്സ് ആക്സിസിനെ എത്ര പോയിന്റുകളിൽ ടച്ച് ചെയ്യുന്നോ ആ പോയിന്റുകളിൽ എല്ലാം ഓരോ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും, ഓരോ സീറോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 1 2 3 4 സീറോസ്. ഈ വരച്ചിരിക്കുന്ന ഗ്രാഫ് വരച്ചിരിക്കുന്ന ഒരു പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിൻ്റെ ആണെങ്കിൽ ആ പി ഓഫ് എക്സിന് 4 സീറോസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ മറ്റൊരു ഗ്രാഫ് കണ്ടോ, ഇതാണ്ട് ഇത്. ഈ ഗ്രാഫ് എക്സ് ആക്സിസിനെ മുട്ടിയിട്ടുണ്ടോ? വൈ ആക്സിസിനെ മുട്ടിയിട്ടുണ്ട് ഇവിടെ വെച്ച്, എക്സ് ആക്സിസിനെ മുട്ടിയിട്ടില്ല. അതിൻ്റെ മീനിങ് ഈ ഗ്രാഫ് ഈ പോളിനോമിയലിൻ്റെ ഏതോ ഒരു പോളിനോമിയലിൻ്റെ ഗ്രാഫാണിത്, ആ പോളിനോമിയലിന് സീറോസ് ഇല്ല എന്നാണ്. അപ്പോൾ സീറോസ് ഉണ്ടായിരുന്നെങ്കിൽ അതെവിടെ മുട്ടുമായിരുന്നു? എക്സ് ആക്സിസിനെ മുട്ടുമായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു പോളിനോമിയൽ എക്സ് ആക്സിസിനെ മുട്ടുന്നുണ്ടെങ്കിൽ അതിന് സീറോ ഉണ്ട്. എക്സ് ആക്സിസിനെ മുട്ടാത്ത ഒരു പോളിനോമിയൽ, ഗ്രാഫ് എക്സ് ആക്സിസിനെ മുട്ടാത്ത പോളിനോമിയലുകൾക്ക് സീറോസ് ഇല്ല. അപ്പോൾ എത്ര സീറോസ് ഉണ്ട് എന്ന് ചോദിച്ചാലോ, അത് എത്ര എടുത്ത് എക്സ് ആക്സിസിൽ മുട്ടി എന്നുള്ളതാണ്. എത്ര എടുത്ത് n സ്ഥലങ്ങളിൽ എക്സ് ആക്സിസിനെ ഒരു ഗ്രാഫ് മുട്ടുന്നെങ്കിൽ ആ പോളിനോമിയലിന് n സീറോസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ഇനി നമുക്ക് ലീനിയർ ഇക്വേഷൻ്റെ ലീനിയർ പോളിനോമിയലുകളുടെ ഗ്രാഫ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമുക്കറിയാം ലീനിയർ പോളിനോമിയലുകൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുകളുടെ പ്രത്യേകത അവയുടെ ഗ്രാഫ് എല്ലായ്പ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ax + b എന്ന സ്റ്റാൻഡേർഡ് ഫോമിൽ a≠0 എന്ന സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഒരു ലീനിയർ പോളിനോമിയൽ എടുത്തു, അതിൻ്റെ ഗ്രാഫ് വരച്ചു ഇങ്ങനെ കിട്ടിയെന്നിരിക്കട്ടെ. ax + bയുടെ ഗ്രാഫ് ഇങ്ങനെ കിട്ടിയെന്നിരിക്കട്ടെ. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമല്ലോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ. ഒരു സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിനെ എത്ര എടുത്ത് മുട്ടാം? ഒരേ ഒരിടത്തെ മുട്ടാൻ പറ്റത്തുള്ളൂ. ഒരിടത്ത് മുട്ടാതെ വേണമെങ്കിൽ പോവാം, ഇങ്ങനെ പാരലായിട്ട് പോവാം, എക്സ് ആക്സിനെ മുട്ടാതെ പോവാം. പക്ഷെ മുട്ടുകയാണെങ്കിൽ എത്ര ഇടത്തെ മുട്ടുള്ളൂ? ഒരേ ഒരിടത്ത് മാത്രമേ മുട്ടാൻ കഴിയുള്ളൂ. അതായത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന് ഒരേ ഒരു സീറോ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അതിൻ്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അത് എക്സ് ആക്സിസിനെ മുട്ടുമെങ്കിൽ ഒരേ ഒരു പോയിന്റിൽ മാത്രമേ മുട്ടൂ. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിനെ മുട്ടുകയാണെങ്കിൽ ഒറ്റ ഒരു പോയിന്റിൽ മാത്രമേ മുട്ടത്തുള്ളൂ. അതായത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന് ഒരേ ഒരു സീറോ മാത്രമായിരിക്കും ഉണ്ടാവുക. ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന് ഒരൊറ്റ സീറോ മാത്രമാണ് ഉണ്ടാവുക. ഇനി ആ സീറോ ഏതാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഏതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ax + b എടുത്താലും അതിൻ്റെ സീറോ, അതായത് എക്സ് ഈ പോളിനോമിയലിൻ്റെ വാല്യൂ സീറോ ആക്കുന്ന എക്സിൻ്റെ വാല്യൂ, ആ സീറോ എന്ന് പറയുന്നത് -b/a തുല്യമായിരിക്കും, ഉറപ്പായിരിക്കും. ഇതൊരിക്കലും മറന്നു പോരുത്. ax + b ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്.
ആ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സീറോ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം അപ്പം തന്നെ പറയാം, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ഇസ് എ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എക്സിന് മൈനസ് ബി ബൈ എ എന്ന വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ എക്സിന് മൈനസ് ബി ബൈ എ വരുന്നു, എ ക്യാൻസലായി മൈനസ് ബി പ്ലസ് ബി എന്ന് വരും, അത് സീറോ ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എ എക്സ് പ്ലസ് ബി, അതിനെത്ര സീറോ ഉണ്ട്? ഒറ്റ സീറോ. അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈനാണ്. അത് എക്സ് ആക്സിനെ എത്ര എടുത്ത് മുട്ടും? ഒരേ ഒരിടത്ത് മാത്രം മുട്ടും. ഇനി ആ സീറോ ഏതാണ്? അത് മൈനസ് ബി ബൈ എ ആണ്. ഒന്നുകൂടി, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എ എക്സ് പ്ലസ് ബി, അതിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ്. അതിന് എത്ര സീറോ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരേ ഒരു സീറോയേ ഉള്ളൂ. അത് എക്സ് ആക്സിനെ എത്ര തവണ മുട്ടുമെന്ന് ചോദിച്ചാൽ ആ ഗ്രാഫ് ഒരു തവണ മാത്രമേ മുട്ടത്തുള്ളൂ. ഇനി ഏതാണ് ആ സീറോ എന്ന് ചോദിച്ചാൽ അത് മൈനസ് ബി ബൈ എ ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്നും അവയുടെ സീറോസ് തമ്മിലുള്ള ബന്ധം എന്താണെന്നും നമുക്കൊന്ന് നോക്കാം. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്കറിയാം, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി വേർ എ നോട്ട് ഈക്വൽ ടു സീറോ എന്നാണ് നമുക്കറിയാം സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇതിൻ്റെ ഗ്രാഫ് എല്ലായ്പ്പോഴും ദാ ഈ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ദാ ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ ഈ ഷേപ്പിലോ അല്ലെങ്കിൽ ഇത് യു പോലെയോ അല്ലെങ്കിൽ മലയാള അക്ഷരം റാ പോലെയോ ആയിരിക്കും ഉണ്ടാവുക. ഏതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുകളുടെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് എക്സ് ആക്സിനെ ഒരു തവണയേ മുട്ടുള്ളൂ, അതിന് ഒരു സീറോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് ഒന്നുകിൽ യു ആകൃതിയിൽ അല്ലെങ്കിൽ റാ ആകൃതിയിലുമായിരിക്കും ഉണ്ടാവുക. ഇതിനൊരു പേരുണ്ട്, ഇതിൻ്റെ പേര് പാരബോള എന്നാണ്. പാരബോള. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? പാരബോള ആയിരിക്കും. പാരബോള നമുക്ക് എത്ര രീതിയിൽ കിട്ടാം? വ്യത്യസ്തങ്ങളായ രീതിയിൽ കിട്ടണം. നമ്മളിപ്പോൾ പഠിക്കുന്നത് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് രണ്ട് രീതിയിലാണ് കിട്ടുന്നത്. ഒന്ന് യു പോലെ, പിന്നൊന്ന് റാ പോലെ താഴോട്ട് ഓപ്പൺ ചെയ്തു. അപ്പം മേളിലോട്ട് ഓപ്പൺ ചെയ്ത പരാബോള കിട്ടാം, അതല്ലെങ്കിൽ താഴോട്ട് ഓപ്പൺ ചെയ്ത പരാബോളയും നമുക്ക് കിട്ടാം ഈ പോളിനോമിയലിൽ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഏത് തരത്തിലുള്ള പോളിനോമിയലുകൾക്കാണ് മുകളിലേക്ക് ഓപ്പൺ ചെയ്ത, അതായത് യു പോലെയുള്ള പരാബോള കിട്ടുക? മറ്റേത് തരത്തിലുള്ളതിനാണ് ഇങ്ങനെയുള്ളത് കിട്ടുക? അത് പോളിനോമിയൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ നിസ്സാരമായിട്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. അതിനൊരു ട്രിക്കുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളുക. പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിൽ സെക്കൻഡ് ഡിഗ്രി ടേം നോക്കുക. സെക്കൻഡ് ഡിഗ്രി ടേം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഉള്ള ടേം, അതിൻ്റെ കോയഫിഷ്യൻറ്റ്, എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് ആരാണ്? എ. ആ എയുടെ വാല്യൂ പോസിറ്റീവ് ആണ് എങ്കിൽ, അതായത് എ ഗ്രേറ്റർ ദാൻ സീറോ ആണ് എങ്കിൽ ഉറപ്പായിട്ടും ഗ്രാഫ് യു ആകൃതിയിലായിരിക്കും. ഇനി എ ലെസ് ദാൻ സീറോ അല്ലെങ്കിൽ എ നെഗറ്റീവ് ആവുകയാണെങ്കിൽ, എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റായ എ നെഗറ്റീവ് ആവുകയാണെങ്കിൽ ഗ്രാഫ് താഴോട്ട് ഓപ്പൺ ചെയ്തതായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് പാരാബോളയാണ്. പാരാബോള ഒന്നുകിൽ മുകളിലേക്ക് ഓപ്പൺ ചെയ്ത് യു പോലെയോ അല്ലെങ്കിൽ താഴേക്ക് ഓപ്പൺ ചെയ്ത് റാ പോലെയോ ആയിരിക്കും ഉണ്ടാവുക. തന്നിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റായ എ ഗ്രേറ്റർ ദാൻ സീറോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ പാരാബോള മുകളിലേക്ക് ഓപ്പൺ ചെയ്ത് യു ആകൃതിയിലും, എ നെഗറ്റീവ് ആവുകയാണെങ്കിൽ, അതായത് എ ലെസ് ദാൻ സീറോ ആവുകയാണെങ്കിൽ പാരാബോള താഴേക്ക് ഓപ്പൺ ചെയ്ത രീതിയിലും ആയിരിക്കും ഉണ്ടാവുക. ഇനി മറ്റൊരു കാര്യം, ഈ പാരാബോളയെ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ പോയി പാരാബോള എന്നിരിക്കട്ടെ. ഈ പാരാബോള ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരച്ചു, പാരാബോള ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടിയപ്പോൾ ഈ പാരാബോളയിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. ഇത് എക്സ് ആക്സിസിനെ മുട്ടിയിട്ടുണ്ടോ? എക്സ് ആക്സിസിനെ മുട്ടിയിട്ടില്ല. എക്സ് ആക്സിസ് ഇതാണ്. അത് വൈ ആക്സിസിനെ മുട്ടിയിട്ടുണ്ട്, അത് നമ്മുടെ വിഷയമേ അല്ല. വൈ ആക്സിസിൻ്റെ കാര്യം ഇവിടെ ചോദിക്കുന്നില്ല. എക്സ് ആക്സിസിനെ ഇത് മുട്ടിയിട്ടുണ്ടോ? ഇല്ല. എക്സ് ആക്സിസിനെ മുട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് പഠിച്ചത് വെച്ച് ഇതിന് എന്തില്ല? സീറോ ഇല്ല. നമുക്കറിയാം, ഒരു പോളിനോമിയലിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിനെ മുട്ടുകയാണെങ്കിൽ അതിന് സീറോ ഉണ്ട്. ഇവിടെ ഈ തന്നിരിക്കുന്ന ഗ്രാഫ്, ഈ പാരാബോള എക്സ് ആക്സിസിനെ മുട്ടിയിട്ടില്ല. അതായത് ഈ പാരാബോളയുടെ പോളിനോമിയൽ എക്സ്പ്രഷന് സീറോ
ഇല്ല. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു പോളിനോമിയലിന് 0 ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിനെ മുട്ടണം. ഇവിടെ ഈ പോളിനോമിയലിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിനെ മുട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇതിന് 0യും ഇല്ല. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് 0 ഇല്ലാതെയും വരാം. മനസ്സിലായല്ലോ? ചില പാരാബോള വരയ്ക്കുമ്പോൾ ഇതാ ഇങ്ങനെ പോവാം. ഇത് എക്സ് ആക്സിനെ മുട്ടിയിട്ടില്ല. അപ്പോൾ എക്സ് ആക്സിനെ മുട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇതിന് 0 ഇല്ല. എന്നാൽ ചില പാരാബോളകൾ ഇതാ ഇങ്ങനെ പോകാറുണ്ട്. എക്സ് ആക്സിനെ മുട്ടും, പക്ഷെ ഒറ്റ പോയിന്റിൽ മാത്രമേ മുട്ടത്തുള്ളൂ. ഇങ്ങനെ വരാം. ഇങ്ങനെ വന്നാൽ അതിനൊരു മീനിങ് ഉള്ളൂ, ആ പാരാബോളയ്ക്ക് 0 ഉണ്ട്, പക്ഷെ ഒറ്റ 0 മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു പാരാബോള പരമാവധി എത്ര പോയിന്റിൽ, എക്സ് ആക്സിലെ എത്ര പോയിന്റിൽ അതിന് മുട്ടാൻ കഴിയും? ഇതാ ഈ പാരാബോള ശ്രദ്ധിക്കും. ഈ പാരാബോളയ്ക്ക് എക്സ് ആക്സിസിനെ 2 പോയിന്റിൽ അത് മുട്ടിയിട്ടുണ്ട്. 2 പോയിന്റ്. ഈ ഏതെങ്കിലും പാരാബോളയ്ക്ക് 2ൽ കൂടുതൽ പോയിന്റിൽ ഇതിന് എക്സ് ആക്സിനെ മുട്ടാൻ പറ്റുമോ? എക്സ് ആക്സിലെ ടച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പരമാവധി 2 പോയിന്റിലെ ഒരു പാരാബോളയ്ക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഒരു പാരാബോള പരമാവധി 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിന് എത്ര 0 ഉണ്ടാവാൻ പറ്റത്തുള്ളൂ? 2 0 ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ശ്രദ്ധിക്കണം, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് പാരബോളയാണ്. അതിൻ്റെ ഗ്രാഫ് യു ആകൃതിയിലും വരാം, മുകളിലേക്ക് ഓപ്പൺ ചെയ്ത്, റാ പോലെ താഴേക്ക് ഓപ്പൺ ചെയ്തും വരാം. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റായ എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ യു ആകൃതിയിൽ മുകളിലേക്കും, എ ലെസ് ദാൻ 0 ആണെങ്കിൽ റാ പോലെ താഴേക്ക് ഓപ്പൺ ചെയ്തുമായിരിക്കും പാരാബോള വരിക. ഈ പാരാബോള എക്സ് ആക്സിസിലേക്ക്, കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് ആക്സിസിനെ മുട്ടാതെ പോയാൽ ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് 0 ഇല്ല. ഒരു പോയിന്റിൽ മാത്രമാണ് മുട്ടുന്നതെങ്കിൽ, എക്സ് ആക്സിസിനെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നുവെങ്കിൽ അതിന് ഒരു 0 ആണുള്ളത്. ആ പാരാബോള എക്സ് ആക്സിസിനെ പരമാവധി 2 പോയിന്റിലേ മുട്ടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 2 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോളിനോമിയലിന് 2 zeros ഉണ്ടായിരിക്കും. പരമാവധി 2 0 മാത്രമേ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് ഉണ്ടാകാൻ പറ്റൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർക്കണം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, പോളിനോമിയലുകൾക്ക് പി ഓഫ് എക്സ്, ക്യൂ ഓഫ് എക്സ്, ആർ ഓഫ് എക്സ്, അല്ലെങ്കിൽ ഏത് വേരിയബിൾ ആണോ അത് ചേർത്ത് പി ക്യു ആർ എസ് ടി യു ഇങ്ങനെയൊക്കെ കൊടുക്കാം, ബി എന്നൊക്കെ കൊടുക്കാം, എഫ് എന്നും ജി എന്നൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ വാല്യൂ ഓഫ് എ പോളിനോമിയൽ മറന്നു പോകരുത് ഒരിക്കലും. പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിൽ എക്സ് ഇസ് ഈക്വൽ ടു കെ ആകുമ്പോഴുള്ള പോളിനോമിയലിൻ്റെ വാല്യൂ പി ഓഫ് കെ ആയിരിക്കും. ദ വാല്യൂ ഓഫ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു കെ ഇസ് പി ഓഫ് കെ. മറക്കരുത്. അടുത്തത് പോളിനോമിയലിൻ്റെ വാല്യൂ പഠിച്ചെടുത്ത് നമ്മൾ മറ്റ് 2 കാര്യങ്ങളോട് അഡീഷണൽ പഠിച്ചായിരുന്നു. ഒന്ന്, ദ വാല്യൂ ഓഫ് എ പോളിനോമിയൽ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് 0 ആകുമ്പോൾ പോളിനോമിയലിൻ്റെ വാല്യൂ ആ പോളിനോമിയലിലെ കോൺസ്റ്റൻറ്റ് ടേമിന് ഈക്വൽ ആയിരിക്കും. ദ വാല്യൂ ഓഫ് എ പോളിനോമിയൽ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ഈസ് ദ കോൺസ്റ്റൻറ്റ് ടേം ഇൻ ദാറ്റ് പോളിനോമിയൽ. ഇത് മറക്കരുത്. മറ്റൊന്നുകൂടി, ദ വാല്യൂ ഓഫ് എ പോളിനോമിയൽ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1 is the sum of the coefficients in that polynomial. പഠിച്ചതാണ്. എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ പോളിനോമിയലിൻ്റെ വാല്യൂ ആ പോളിനോമിയലിലെ കോയഫിഷ്യൻറ്റുകളുടെ സമ്മിന് ഈക്വൽ ആയിരിക്കുമെന്ന്. ഇനി 0 ഓഫ് എ പോളിനോമിയൽ എന്തായിരുന്നു? 0 ഓഫ് എ പോളിനോമിയൽ എന്നത് ഒരു പോളിനോമിയലിൽ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ പോളിനോമിയലിൻ്റെ വാല്യൂ 0 ആയി പോകുന്നത്, ആ വാല്യൂ പോളിനോമിയലിൻ്റെ 0 എന്നറിയപ്പെടും. അപ്പോൾ കെ എന്ന ഒരു റിയൽ നമ്പർ ഒരു പോളിനോമിയൽ പി ഓഫ് എക്സിൻ്റെ 0 ആകണമെങ്കിൽ പി ഓഫ് കെ എന്തായി പോകണം? 0 ആയി പോകണം. ഒരു പോളിനോമിയൽ പി ഓഫ് എക്സിൽ പി ഓഫ് കെ 0 ആണെങ്കിൽ കെ ഈസ് എ 0 ഓഫ് ദാറ്റ് പോളിനോമിയൽ. അതും വിശദമായി നമ്മൾ കണ്ടു. ജിയോമെട്രിക്കൽ മീനിങ് നമ്മൾ പറഞ്ഞു. ഒരു ഗ്രാഫ്, പോളിനോമിയലിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിന് എത്രയിടത്ത് മുട്ടുന്നോ അത്രയും 0 സൈൻ ഉണ്ടായിരിക്കും. ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, അതായത് ലീനിയർ പോളിനോമിയൽ, അതിന് ഒറ്റ 0 മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിന് ഒരു തവണ മാത്രമേ മുട്ടാൻ പറ്റൂ. ആ മുട്ടുന്ന പോയിന്റ് -b/a,0 ആയിരിക്കും. അതല്ലെങ്കിൽ അതിൻ്റെ 0, ആ പോളിനോമിയലിൻ്റെ 0 -b/aക്ക് ഈക്വൽ ആയിരിക്കും. പിന്നെ പറഞ്ഞു ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ? ax² + bx + c എന്ന ഫോമിൽ വന്നത്. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് ഒരു പാരാബോളയായിരിക്കും. പാരാബോള യു ഷേപ്പിലോ അല്ലെങ്കിൽ റാ ഷേപ്പിലോ വരും. എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റായ എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ യു ഷേപ്പിലും ലെസ് ദാൻ 0 ആണെങ്കിൽ റാ പോലെയുമായിരിക്കും ഉണ്ടാവുക.
ഈ പാരാബോള എക്സ് ആക്സിസിനെ മുട്ടാതെ പോകുന്നുവെങ്കിൽ ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് 0 ഉണ്ടാവില്ല. ആ പാരാബോള എക്സ് ആക്സിസിനെ ഒരു തവണ മാത്രമാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് ഒരു 0 മാത്രമായിരിക്കും ഉണ്ടാവുക. ഒരു പാരാബോള എക്സ് ആക്സിസിനെ പരമാവധി 2 പോയിന്റിൽ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 2 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് 2 സീറോസ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ പഠിക്കുക. ചാപ്റ്റർ സമ്മറി എഴുതുക, ക്ലാസ് സമ്മറി എഴുതുക, എഴുതി സൂക്ഷിക്കുക. അതിനുശേഷം അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.